ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ നമ്മുടെ 5ാമത്തെ പാഠം. നമ്മൾ ആദ്യത്തെ 4 പാഠത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 5ാമത്തെ പാഠമായിട്ടുള്ള രുചിമേളമാണ്. അപ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സും പ്രവർത്തന പുസ്തകത്തിൻ്റെ ക്ലാസ്സുകളും സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മലയാളം മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റുകളുടെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണാം. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 5ാമത്തെ പാഠത്തിൻ്റെ ഫസ്റ്റ് പേജ്. എന്താണ് പാഠത്തിൻ്റെ പേര്? രുചിമേളം. അപ്പോൾ എന്താ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്? ഒരു ലോറി എല്ലാം നിൽക്കുന്നുണ്ട് അല്ലേ? പിന്നെന്താ കാണുന്നത്? വഴിയോരത്തുള്ളൊരു തട്ടുകടയാണ്. ആരുടെ തട്ടുകടയാണ് ഇത്? കുഞ്ഞുമോളുടെ തട്ടുകട. ആരുടെ തട്ടുകടയാ? കുഞ്ഞുമോൾ അല്ലേ? കുഞ്ഞുമോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ കുഞ്ഞുമോളുടെ തട്ടുകടയാണ് കേട്ടോ ഇത്. കുഞ്ഞുമോളുടെ തട്ടുകട. നമുക്കത് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. കുഞ്ഞുമോൾക്ക് ഒരു തട്ടുകടയുണ്ട്. അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന തട്ടുകട. എന്തൊക്കെയാണ് ഉള്ളത്? ദോശ, ഇഡ്ഡലി, പുട്ട്, നെയ്യപ്പം, അങ്ങനെ പല പല പലഹാരങ്ങൾ. എല്ലാത്തിനും നല്ല സ്വാദ്. അവരുടെ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞവർ വീണ്ടും വീണ്ടും വന്നു. തട്ടുകടയിൽ തിരക്കോട് തിരക്ക്. വന്നവർക്കെല്ലാം അവർ സ്നേഹത്തോടെ ആഹാരം വിളമ്പി. ഇനി ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്, നമുക്കത് നോക്കാം. കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തെല്ലാം പലഹാരങ്ങളുണ്ട്? അത് ഇവിടെ വായിച്ചു നോക്കി. ഇത് വായിച്ചു നോക്കിയാൽ തന്നെ ആ 2 ചോദ്യത്തിന് ഉത്തരം കിട്ടും കേട്ടോ. എന്തെല്ലാം പലഹാരങ്ങൾ ഉണ്ടെന്നാ പറയണത്? ദോശ, ഇഡ്ഡലി, പുട്ട്, നെയ്യപ്പം, അങ്ങനെ പല പല പലഹാരങ്ങൾ. അതാണ് ഇവിടെ എഴുതേണ്ടത്. ദോശ, ഇഡ്ഡലി, പുട്ട്, നെയ്യപ്പം, അങ്ങനെ പല പല പലഹാരങ്ങൾ. എന്തുകൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക്? രുചി കാരണം അല്ലേ? കുഞ്ഞുമോളുടെ തട്ടുകടയിലെ എല്ലാ ഭക്ഷണത്തിനും നല്ല സ്വാദാണ്. സ്വാദായതുകൊണ്ടല്ലേ അവിടെ തിരക്ക് വരുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് കഥ കണ്ടിന്യൂ ചെയ്യാം. സ്വന്തമായി തട്ടുകടയുണ്ട് അല്ലെ കുഞ്ഞുമോൾക്ക്. സ്വാദുള്ള ആഹാരവുമുണ്ട്. എന്നിട്ടും കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട. അമ്മയും അച്ഛനും സങ്കടപ്പെട്ടു. അപ്പൊ ഇതെല്ലാം ഉണ്ടായിട്ടും കുഞ്ഞുമോൾ ഒന്നും കഴിക്കുന്നില്ല അല്ലെ. അപ്പോൾ അമ്മ എന്താ പറയണത് നോക്കൂ. ദിവസം കഴിയുന്തോറും മോൾക്ക് ക്ഷീണം കൂടി വരുന്നു. തീരെ ഉഷാറില്ല. ഒരു ഡോക്ടറെ കാണിക്കണം. അങ്ങനെ അവരെന്ത് ചെയ്യാണ്? കുഞ്ഞുമോളെ കൊണ്ട് ഒരു ഡോക്ടറിന്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കണ്ടോ, ഡോക്ടറെ കാണിച്ചു. കുഞ്ഞുമോളെ ഡോക്ടറെ കാണിച്ചു. അപ്പൊ അച്ഛൻ പറയാണ്, ഇവൾ തീരെ ആഹാരം കഴിക്കുന്നില്ല, കടുത്ത ക്ഷീണവും ഉണ്ട്. അപ്പൊ ഡോക്ടർ എന്തായിരിക്കും കുഞ്ഞുമോളോട് പറയുക? മോൾക്ക് പ്രത്യേകിച്ച് ഒരു അസുഖവുമില്ല. അത് നമ്മൾ എഴുതേണ്ടതാണ് കേട്ടോ. ഡോക്ടർ പറയുന്ന കാര്യം ഇവിടെ എഴുതണം. അപ്പൊ നമ്മളോട് എഴുതിയിരിക്കുന്നത് നോക്കൂ. മോൾക്ക് പ്രത്യേകിച്ച് ഒരു അസുഖവുമില്ല. മോൾ നന്നായി പോഷകാഹാരങ്ങൾ കഴിക്കണം. ആഹാരത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും മീനും മുട്ടയും പാലും എല്ലാം ഉൾപ്പെടുത്തണം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞുമോൾ കൃത്യമായി മരുന്ന് കഴിച്ചു, നന്നായി ആഹാരവും കഴിച്ചു. അവൾ ഉഷാറായി. അപ്പൊ അവൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ. അവൾ ഭക്ഷണം നേരെ കഴിക്കാതെ, അതായത് പോഷകാഹാരങ്ങൾ നേരെ കഴിക്കാത്തതായിരുന്നു അവളുടെ അസുഖം. അതുകൊണ്ടാണ് അവൾക്ക് വയ്യായിക വന്നത്, ഉഷാർ കുറവ് വന്നത് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ ആഹാരം കഴിച്ചാൽ പോരാ, നമ്മൾ എന്ത് ചെയ്യണം? നല്ല പോഷകാഹാരങ്ങൾ കഴിക്കണം കേട്ടോ. അങ്ങനെ കുഞ്ഞുമോൾ ഉഷാറായി അല്ലേ. കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി. ഇവിടെ നോക്കൂ, ചെറിയൊരു പ്രവർത്തനം തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ. താഴെ പറയുന്ന കാര്യങ്ങൾ കൂട്ടുകാരോടൊപ്പം അഭിനയിക്കുക. അതായത് അഭിനയിച്ച് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത് അഭിനയിച്ച് കാണിക്കാനാണ്. ഒന്നാമത്തെ കുഞ്ഞുമോളുടെ തട്ടുകട. 2 കുഞ്ഞുമോൾ ആശുപത്രിയിൽ. അടുത്തത് സ്കൂളിൽ പോകുന്ന കുഞ്ഞുമോൾ. ഇതാണ് അഭിനയിച്ച് കാണിക്കേണ്ടത്. അപ്പൊ അടുത്ത നമ്മൾ പോഷകാഹാരങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. എന്താണ് പോഷകാഹാരം എന്നാണ് ഇവിടെ അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിത് വായിക്കാം. ആരോഗ്യമുള്ള ശരീരത്തിന് പോഷകം നിറഞ്ഞ ഭക്ഷണം. അപ്പൊ നമ്മൾ എന്തെങ്കിലും വാരി വലിച്ച് എന്തെങ്കിലും ആഹാരം കഴിച്ചത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നമുക്കൊരു എനർജി അല്ലെങ്കിൽ എന്താണ് ഒരു ഉഷാറൊന്നും ഉണ്ടാവില്ല അല്ലെ. നമ്മുടെ ശരീരത്തിന് എന്ത് വേണം? നല്ല പോഷകാഹാരങ്ങൾ തന്നെയാണ് വേണ്ടത്. അപ്പൊ എന്താണ് പോഷകാഹാരങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നന്നായി വളരാൻ പോഷകം നിറഞ്ഞ ആഹാരം കഴിക്കണം. ധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുകൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിയ ആഹാരം. മത്സ്യം, മാംസം, പാൽ, മുട്ട എന്നിവ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ്. പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ചേർക്കാൻ പാടില്ലാത്ത പലതും ആഹാരത്തിൽ ചേർക്കുന്നുണ്ട്. അത്തരം ആഹാരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അത്തരം ആഹാരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കഴിക്കാൻ പാടുമോ? അത്തരം ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല അല്ലേ.
അപ്പൊ ഓരോന്നിലും എന്തൊക്കെ എഴുതാം. അതായത് ഇപ്പൊ ധാന്യങ്ങൾ, നമ്മൾ പോഷകാഹാരങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ ധാന്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം, പഴങ്ങൾ ഉൾപ്പെടുത്തണം, പച്ചക്കറികളെല്ലാം നമ്മൾ ആഹാരത്തിൽ കഴിക്കാൻ ഉൾപ്പെടുത്തണം. എല്ലാം കൂടെ ഒരു ദിവസം കഴിക്കണമെന്നല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ഓരോ ദിവസവും എന്ത് ചെയ്യണമെങ്കിലും ഏതെങ്കിലുമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി കഴിക്കുക. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന് എന്ത് കിട്ടുള്ളൂ, ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ധാന്യങ്ങൾ എന്നുള്ള കോളം നോക്കൂ. ഏതൊക്കെ ധാന്യങ്ങൾ നമുക്ക് എഴുതാം? ഒന്ന് അരി എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ചോളം, റാഗി, ഗോതമ്പ്, ഇതെല്ലാം ധാന്യങ്ങളിൽ ഉൾപ്പെടും. പഴങ്ങളിൽ നമുക്ക് എന്ത് എഴുതാം? വാഴപ്പഴം ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ചക്ക, മാമ്പഴം, ആപ്പിൾ, ഓറഞ്ച്, സീതാരങ്ങ, അല്ലേ നിറയെ ഉണ്ട് അല്ലേ? അതൊക്കെ ഇവിടെ എഴുതി ചേർക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന മറ്റു പഴങ്ങളും ധാന്യങ്ങളൊക്കെ എഴുതി ചേർക്കുക. പച്ചക്കറികളിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് പയറ്, മത്തൻ, മുരിങ്ങക്കായ, കാരറ്റ്, ഉരുളക്കിഴങ്ങ്. ഇലക്കറികളിൽ മുരിങ്ങയില, ചുവന്ന ചീര, മല്ലിയില, ചേമ്പില, വേലിച്ചീര, മണിത്തക്കാളി ഇല, മത്തനില, ഇതെല്ലാം ഇലക്കറികളിൽ വരും. കിഴങ്ങുകളിൽ ഉരുളക്കിഴങ്ങ്, മരച്ചീനി, ചേമ്പ്, ചേന, മധുരക്കിഴങ്ങ്. പയറുവർഗ്ഗങ്ങളിൽ ചെറുപയർ, വൻപയർ, പട്ടാണിപ്പയർ, ബീൻസ്, തുവര. കണ്ടോ? അപ്പൊ ഇത് ഇനി ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന മറ്റ് ഇതുപോലെ ഈ കോളങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ഇലക്കറികളും കിഴങ്ങുകളും ധാന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും എഴുതി ചേർക്കുക. അടുത്തത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ്. നിങ്ങൾ ഒരാഴ്ച കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഓരോ ദിവസം പട്ടികയിൽ അടയാളപ്പെടുത്തി നോക്കൂ. അപ്പോൾ ടിക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ എന്തൊക്കെ ഞായറാഴ്ച ധാന്യങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ധാന്യങ്ങൾ ഈ കോളത്തിൽ ടിക്ക് ചെയ്യുക. പഴങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ടിക്ക് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക? ഞായർ തൊട്ട് ശനി വരെയുള്ള ആഴ്ചകൾ നിങ്ങൾ എന്തൊക്കെ കഴിച്ചു എന്നുള്ളതാണ് ഇവിടെ മാർക്ക് ചെയ്യാൻ പറയുന്നത്. ഒരാഴ്ച നിങ്ങൾ ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ കഴിച്ചതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആഹാരമാണ് കൂടുതൽ വന്നത്, അതിൽ ഏത് കോളമാണ് ഏറ്റവും കൂടുതൽ ടിക്ക് വീണത് നോക്കുക. അപ്പൊ ധാന്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ടിക്സ് എങ്കിൽ ധാന്യങ്ങൾ എന്ന് എഴുതുക. മനസ്സിലായോ? ഏറ്റവും കുറവ് ഏതിലാണ് നോക്കുക, അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അടുത്തത് നമ്മൾ അരിയുണ്ടയെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അരിയുണ്ട? നല്ല ടേസ്റ്റ് ആണല്ലേ അരിയുണ്ട. അപ്പൊ എങ്ങനെ അരിയുണ്ട ഉണ്ടാക്കുക എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് അരിയുണ്ടയൊക്കെ ഉണ്ടാക്കി തരാൻ പറയൂ കേട്ടോ. നല്ല സ്വാദാണ്. അരി കഴുകി ഉണക്കി ചട്ടിയിൽ വറുത്ത് മിക്സിയിൽ പൊടിച്ചു. തേങ്ങ ചിരകി ശർക്കര ചുരട്ടി അരിപ്പൊടിയിൽ ചേർത്തു. കൈകൊണ്ട് കുഴച്ച് ഉരുട്ടിയെടുത്തു. പാത്രത്തിൽ അരിയുണ്ടകൾ നിരത്തി വെച്ചു. എത്ര സിമ്പിളാ അല്ലേ? നല്ല സ്വാദുമാണ് കേട്ടോ. അപ്പൊ അരിയുണ്ടയിൽ ചേരുവകൾ എന്തെല്ലാമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. അത് എഴുതുക. അരി വേണം, തേങ്ങ വേണം, ശർക്കര വേണം അല്ലെ? വളരെ കുറച്ച് സാധനങ്ങൾ മതി. അത് വെച്ച് നല്ല സ്വാദിഷ്ടമായിട്ട് അരിയുണ്ട ഉണ്ടാക്കാം. അടുത്തത് വായിക്കാം, പൂർത്തിയാക്കാം. കലം കഴുകി വെള്ളം ഒഴിച്ചു അടുപ്പിൽ വെച്ചു. തീ കത്തിച്ചു, വെള്ളം തിളച്ചു, അരിയിട്ടു. അരി വെന്തു, ചോറ് വാർത്തു. അതായത് എങ്ങനെ ചോറ് വെക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുഞ്ഞുമോൾ വന്നു, പാത്രം എടുത്തു, ചോറ് വിളമ്പി. എന്നിട്ട് എന്തൊക്കെ ചെയ്തു ഇവിടെ നോക്കൂ. വാക്യങ്ങൾ ക്രമത്തിലാക്കാം. അതായത് അതിനു ശേഷം നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ ക്രമത്തിലാക്കി എഴുതുക കേട്ടോ. ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ക്രമമാക്കിയിട്ട് എഴുതാം. ഈച്ച വന്നു, ചുറ്റും പറന്നു. കുഞ്ഞുമോൾ കണ്ടു. അപ്പൊ എന്ത് ചെയ്യണം? ഈച്ച വരുന്നത് കണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം, ഭക്ഷണം നമ്മൾ തുറന്നു വെക്കാൻ പാടില്ല അല്ലെ? ഈച്ചകൾ വന്നിരിക്കും, അസുഖങ്ങൾ പരത്തും. അപ്പൊ എന്ത് ചെയ്യണം? പാത്രം അടച്ചു വെക്കണം അല്ലെ? അപ്പൊ നമുക്ക് ഓർഡറിൽ എങ്ങനെ എഴുതാം? ഈച്ച വന്നു, ചുറ്റും പറന്നു, കുഞ്ഞുമോൾ കണ്ടു, പാത്രം അടച്ചു വെച്ചു. അടുത്തത് കണ്ടെത്താൻ പറയാം. ചോറ് വിളമ്പിയ പാത്രം കുഞ്ഞുമോൾ അടച്ചു വെച്ചത് എന്തിന്? എന്തുകൊണ്ടാണ് അടച്ചു വെച്ചത്? ഈച്ചകൾ ഭക്ഷണത്തിൽ ഇരിക്കും, അത് കഴിക്കുന്നതിലൂടെ രോഗങ്ങൾ വരും. അടുത്തത് രുചിയുടെ പൊടിപൂരം. അമ്മുവിനിഷ്ടം അച്ചപ്പം, അടയും വടയും കുഴലപ്പം. ഇത് ചെറിയൊരു പാട്ടാണ് കേട്ടോ. ഇന്ദുവിനിഷ്ടം ഇടിയപ്പം, ഇഡ്ഡലി, ദോശ, ചപ്പാത്തി. ഉസ്മാനിഷ്ടം ഊത്തപ്പം, ഉമ്മ ചുടുന്നൊരു പാലപ്പം. മധുവിനിഷ്ടം വട്ടേപ്പം, മധുരം കിനിയും നെയ്യപ്പം. പലഹാരങ്ങൾ പലതുണ്ടേ, പല പല രുചിതൻ പൊടിപൂരം. പാട്ടിൽ പറയുന്ന പലഹാരങ്ങളുടെ പേരുകൾ പറയാം, എഴുതാം. ഏതൊക്കെയാ? അച്ചപ്പം, അട, വട, കുഴലപ്പം, ഇടിയപ്പം, ദോശ, ചപ്പാത്തി, ഊത്തപ്പം, പാലപ്പം, വട്ടേപ്പം. ഇത് വാ എന്നുള്ളത് മാറ്റും കേട്ടോ. വട്ടേപ്പം ആണേ. വട്ടേപ്പം, നെയ്യപ്പം. അപ്പൊ ഇത് ഇവിടെ പറഞ്ഞ ഈ പാട്ടിൽ പറയുന്ന എന്താണ് അപ്പങ്ങൾ അല്ലെങ്കിൽ പലഹാരങ്ങളാണ് എഴുതേണ്ടത് കേട്ടോ. അതാണ് ഇവിടെ എഴുതാൻ പറയണം. ഒന്നാമത്തെ വാ എന്നല്ല, വട്ടേപ്പം എന്നാണ്. ഇനിയും ധാരാളം ആഹാര സാധനങ്ങൾ ഉണ്ടല്ലോ, എഴുതി ചേർക്കാം. അപ്പം നിങ്ങൾക്ക് അറിയുന്ന മറ്റ് ആഹാര സാധനങ്ങൾ എഴുതി ചേർക്കാം കേട്ടോ. പുട്ട്, ഇഡ്ഡലി, ഉണ്ണിയപ്പം, പഴംപൊരി, ബോണ്ട, ഉഴുന്നുവട, ഉള്ളിവട, സുഖിയൻ. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന മറ്റു പലഹാരങ്ങൾ, ആഹാര സാധനങ്ങൾക്ക് ഇവിടെ എഴുതി ചേർക്കുക. അടുത്ത് നമ്മൾ പോകുന്നത് ഫ്രൂട്ട് സാലഡിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഫ്രൂട്ട് സാലഡ്? ഡിഫറെന്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള പഴങ്ങളൊക്കെ ചേർത്ത്, പഴവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അല്ലേ ഫ്രൂട്ട് സാലഡ്.
അപ്പൊ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം? ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാ? ഇഷ്ടമുള്ള പഴവർഗ്ഗങ്ങൾ നമുക്ക് എടുക്കാം അല്ലെ. ആപ്പിള്, വാഴപ്പഴം, കൈതച്ചക്ക, തണ്ണിമത്തൻ, ഓറഞ്ച്, മുന്തിരി, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴവർഗ്ഗങ്ങൾ എടുക്കാം. പിന്നെ കുറച്ച് ആവശ്യത്തിന് പഞ്ചസാര എടുക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം കേട്ടോ. പഴങ്ങൾ നന്നായി കഴുകിയെടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടുക. ആവശ്യത്തിന് മധുരം ചേർക്കുക. നന്നായി ഇളക്കുക. ഫ്രൂട്ട് സാലഡ് റെഡി. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പൊ മധുരത്തിന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് തേനാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. പഞ്ചസാര തന്നെ വേണം നിർബന്ധമൊന്നും ഇല്ല. അപ്പൊ വളരെ പക്ഷെ എന്താണ് ഇഷ്ടമുള്ള പഴവർഗ്ഗങ്ങൾ എടുക്കുക കേട്ടോ ഫ്രൂട്ട് സാലഡിന്. അടുത്തത് കടങ്കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. കടങ്കഥകൾ വായിക്കാം, ഉത്തരം കണ്ടെത്താം. കടലിൽ നിന്ന് വരുന്നു ഞാൻ, അടുക്കള തന്നിൽ ഇരിക്കും ഞാൻ, വെള്ളം തൊട്ടാൽ അലിയും ഞാൻ, പറയൂ പറയൂ ഞാൻ ആര്? കടലിൽ നിന്നാണ് വരുന്നത്, അടുക്കളയിലാണ് ഇത് ഉണ്ടാവുക, വെള്ളം തൊട്ടാൽ ഇതെന്ത് ചെയ്യും? അലിഞ്ഞു പോകും. ആരാണ്? ഉപ്പ് അല്ലെ, ഉപ്പ്. അടുത്തത് ഏതു കറിക്കും രുചിയേകാൻ കൂട്ടുവിളിക്കാറുണ്ടെന്നെ, കറികൾ വെന്തു കഴിഞ്ഞെന്നാൽ പിന്നീട് ആർക്കും വേണ്ടെന്നെ. കറിയിലിടും, കറി ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് കളയും. ആരെയാ? കറിവേപ്പില. കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം. കാട് വെട്ടി തോട് വെട്ടി പറ വെട്ടി വെള്ളം കണ്ടു. എന്താ ഉത്തരം? നാളികേരം. അടുത്തത് അടുക്കി വെട്ട് നടുക്ക് കെട്ട് തലയ്ക്ക് ചവിട്ട്. ഉത്തരം നെല്ല്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് അറിയുന്ന മറ്റു കടങ്കഥകൾ എഴുതി ചേർക്കുക കേട്ടോ. അടുത്തത് ചിത്രം നോക്കി കഥ എഴുതുന്നതാണ്. ഇവിടെ നോക്കൂ, എന്താ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്? ദോശക്കല്ലുണ്ട്, ദോശ അല്ലെ, അല്ലെങ്കിൽ അപ്പമായിരിക്കാം, ഒരു പൂവൻകോഴി ഉണ്ട്, ഒരു പൂച്ചയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചെറിയൊരു കഥ എഴുതി നോക്കാം. നമ്മുടെ കഥയുടെ പേര് കുഞ്ഞിക്കോഴിയും പാറ്റുവും. ഓക്കെ. ഒരു ദിവസം രാവിലെ കുഞ്ഞിക്കോഴിയും പാറ്റുപൂച്ചയും ഒരുമിച്ച് അടുക്കളയിലെത്തി. പാറ്റു പറഞ്ഞു, ഇന്ന് നമുക്ക് ദോശ ഉണ്ടാക്കാം. കുഞ്ഞിക്കോഴി സന്തോഷത്തോടെ സമ്മതിച്ചു. പാറ്റു മാവ് കൊണ്ടുവന്നു, ചട്ടിയിൽ ഒഴിച്ചു, ദോശ ചുട്ടു തുടങ്ങി. ദോശയുടെ സുഗന്ധം പടർന്ന മുറിയിലാകെ പരന്നു. വാ, എത്ര രുചിയുള്ള ദോശ, കുഞ്ഞിക്കോഴി പറഞ്ഞു. പാറ്റു ഒരു ദോശ കുഞ്ഞിക്കോഴിക്ക് കൊടുത്തു. രണ്ടുപേരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. അന്ന് മുതൽ കുഞ്ഞിക്കോഴിയും പാറ്റും എല്ലാ ഞായറാഴ്ചയും ഒരുമിച്ച് ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ നമ്മൾ വളരെ ചെറിയൊരു കഥ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതിപ്പോ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കഥ വികസിപ്പിച്ച് നിങ്ങളുടെ ഒരു രീതിക്ക് കഥ എന്ത് ചെയ്യുക? എഴുതുക. അപ്പൊ ഇത് നമ്മൾ ഈ ചിത്രം വെച്ചിട്ടൊരു കഥ എഴുതുന്നതാണ് ഇവിടുത്തെ പ്രവർത്തനം. അടുത്തത് വരികൾ കൂട്ടിച്ചേർക്കുന്നതാണ്. അപ്പം അപ്പം ഇടിയപ്പം, അച്ഛൻ ചുട്ടു ഇടിയപ്പം, അപ്പം അപ്പം പാലപ്പം, അമ്മ ചുട്ടു പാലപ്പം. അടുത്തതോ അപ്പം അപ്പം നെയ്യപ്പം, ചേച്ചി ചുട്ടു നെയ്യപ്പം, അപ്പം അപ്പം കുഴലപ്പം, അമ്മൂമ്മ ചുട്ടു കുഴലപ്പം. അടുത്തത് ഓരോ പലഹാരങ്ങൾ പറയുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യം ഇഡ്ഡലി എന്താ പറയണത്? എന്നെ ആവിയിലാണ് വേവിക്കുന്നത്, അരിമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഉണ്ണിയപ്പം എന്താ പറയണത്? എന്നെ എണ്ണയിലാണ് ചുടുന്നത്, എനിക്ക് നല്ല മധുരമാണ്. പുട്ട് എന്തായിരിക്കും പറയുക? എന്നെ ആവിയിലാണ് വേവിക്കുന്നത്, അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ചാപ്റ്റർ ഫുൾ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് സബ്ജക്റ്റുകളും അതുപോലെ തന്നെ തുടർന്നുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.